നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില സന്തോഷകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അഥവാ ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങൾ കൊണ്ടും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി തന്നെ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചാലും അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും ഇപ്പോൾ നടക്കും എന്ന പ്രതീക്ഷ നൽകിയതിന് ശേഷം പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത് എന്നതാണ് വാസ്തവം. സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന വാശി നിങ്ങൾക്കുണ്ട്. അത് ചില കാര്യങ്ങളിലെങ്കിലും അബദ്ധമായി മാറുന്നു എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ട്. പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് നിങ്ങൾ പ്രവർത്തിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങൾ കൊണ്ടും പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളെ ഭാവിയുമായി ബന്ധപ്പെട്ട് തന്നെ പല രീതിയിലും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നതാണ് കാണുന്നത്. ചില കാര്യങ്ങൾ അപ്രകാരം ചിന്തിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത, അല്ലെങ്കിൽ ചിലരുടെ ഉപദേശത്താൽ പോലും എന്ത് ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്നവരുടെ ഒരു എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഏത് വഴിയാണ് ശരി എന്ന് പോലും തീരുമാനിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. ഈശ്വരാനുഗ്രഹത്താൽ പോലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നും മനസ്സിൽ ചിന്തിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ കൃത്യമായ സമയത്ത് ഭഗവാൻ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കും. അതായത് ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. പ്രതിസന്ധികൾ അത് എത്ര തന്നെ വലുതാണ് എങ്കിലും നിങ്ങൾക്കത് അനായാസം തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒട്ടും ഭയം തോന്നാതെ തന്നെ ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ലൈഫിലും അതുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കുന്നവരുടെ ലൈഫിലും ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും കൃത്യമായ നിരീക്ഷണവും അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ വന്നു ചേരേണ്ട അവസരങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാം. അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ പല രീതിയിലും അവസരങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. ആരെ വിശ്വസിക്കണം, എന്തിന് വിശ്വസിക്കണം എന്ന് പോലും അറിയാത്തതായ ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കാം. ചില കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിലും അല്പം കാലതാമസം നേരിട്ടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാറ്. എന്നാൽ ഈ സമയം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നും ഭാഗ്യം, സഹായം നിങ്ങൾക്ക് ലഭിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളിലും കൃത്യമായി ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുകളെ വളർത്തുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും.
അതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ കൂടുതലായും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ബിസിനസ് പരമായാണ് എങ്കിലും ചില കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മുൻപ് അപ്രകാരം സംഭവിച്ചു പോയല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ദോഷകരമായി തീരാവുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതിനാൽ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തണം. ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. എങ്ങനെ അവിടെ എത്തും എന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് പുതിയ ചില കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് സാധ്യമാകും എന്ന കാര്യം ഓർക്കുക. ആത്മീയപരമായ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. നിങ്ങളെ എതിർക്കുന്നവർ പോലും നിങ്ങളെ അനുസരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്നതും വാസ്തവമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങളെ ശക്തിയായി മാറുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതൽ ശക്തിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവർ പോലും നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. നിങ്ങൾ ഈശ്വരന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളുടെ മുൻജന്മ ഫലത്താലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലെ നന്മകളാലോ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങൾ എത്രമാത്രം കരുത്തരാണ് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പോലും സാധിക്കും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയിലും മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സംസാര കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമുണ്ട്. ഏത് കാര്യമാണ് എങ്കിലും അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും വിചാരിക്കാത്തതായ തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും തുലവും കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകമായ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഈ സമയം ഒരുപാട് ആഗ്രഹിച്ച ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ അനാവശ്യമായ ചില ചിന്തകൾ ഒഴിവാക്കുവാനുള്ള സാഹചര്യം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഉറക്കമില്ലാത്തതായ അവസ്ഥ, അത്തരത്തിൽ വളരെയധികം ചിന്തിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അത് നിർത്തേണ്ടത് അത് കൃത്യമായ സമയത്ത് തന്നെ നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ടെൻഷൻ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വരാനുഗ്രഹത്താൽ അഥവാ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചിന്തകളിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന, കൂടുതൽ അനുകൂലമായി ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും.